ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചൊരു കാർ വാക്സിനെ പറ്റിയാണ്. ഇതിൽ ബിഫോർ ആഫ്റ്ററും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റി എന്താണെന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വാക്സ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മെയിൻ സ്റ്റാർട്ടിങ് സ്റ്റേജ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ കാർ കഴുകണം. കാറ് കഴുകി ഫുള്ളി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് വാക്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വണ്ടിയിൽ വാക്സ് ഉപയോഗിക്കും മുമ്പ് വാക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹാർഡ് പേസ്റ്റ് ആണ്. ഈ ഹാർഡ് പേസ്റ്റ് നമ്മൾ വണ്ടിയിൽ മൊത്തത്തിൽ തേച്ചതിന് ശേഷം അതിൽ തന്നെ തരുന്ന ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച് വെച്ച് ഇതിനെ സർക്കുലർ മോഷനിൽ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ അതിന് മുകളിലുള്ള പെയിന്റിന് മുകളിലുള്ള ഈ അഴുക്കാണ് ഈ കട്ടായി പോകുന്നത്. ഈ വാക്സ് വരുന്നത് ഫോക്സ് കെയർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ കെയർ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ്. ഓരോത്തിന് വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ചേമ്പിലേ വീഴുന്ന പോലെ ഒരു വാട്ടർ പ്ലാൻ ഫീലിംഗ് കിട്ടും. അപ്പോൾ അത് കാരണം നമ്മുടെ വണ്ടിക്ക് കുറച്ചും കൂടെ പെയിന്റിന് ഗ്ലോസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ UV റേസ് കണ്ടാമിനേഷൻ കുറയ്ക്കും, ഈസിയാണ് അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മുടെ വണ്ടിയിലെ കളർ ഡെപ്ത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യും. നമുക്കൊരു സൈഡ് മാസ്ക് ചെയ്തതിനു ശേഷം തന്നെ ഇത് ചെയ്തു തുടങ്ങാം. എന്നാലേ കറക്റ്റ് ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വീഡിയോ കാണുന്ന പോലെ കുറച്ച് ക്രീം എടുക്കുക, ആ സ്പോഞ്ച് തേക്കുക, അതിൻ്റെ ആ ബോഡിയിൽ ഓവറോൾ റബ്ബ് ചെയ്ത് റൗണ്ട് ചെയ്ത് പോവുക. ഫുൾ സ്പോഞ്ചിന്റെ ഒരു സൈഡ് ഇട്ട് റബ്ബ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞ് അപ്പർ സൈഡ് ഇട്ട് നമുക്ക് തിരിച്ച് റബ്ബ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കളയാം. വീഡിയോയിൽ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ഡോർ ഒഴിവാക്കി ബാക്ക് ഡോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഇതിൽ കൊടുത്താൽ നിങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം വണ്ടിയിൽ തന്നെ എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ആരും വന്ന് ചേമ്പിൾ എഫക്റ്റ് ചോദിക്കേണ്ട, ചേമ്പിൾ എഫക്റ്റും റെഡിയാണ്. ഇതിപ്പോൾ ഫുൾ ബോഡി വാക്സ് ചെയ്തതിന് ശേഷമുള്ള വണ്ടിയുടെ കോലമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ഇതേപോലെ ആക്കണമെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോ.